സ്കൈനൈറ്റ് പറഞ്ഞതുപോലെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഹെവൻസ് ഗേറ്റ് വഴി അവസാനം സ്കൈപ്പിയിലെത്തി. അവിടെ എത്തിയ സ്ട്രോ ഹാറ്റ്സ് കണ്ടത് ഒരു വലിയ ഐലൻഡാണ്. ഈ ഐലൻഡിന്റെ പേരാണ് ഏഞ്ചൽ ഐലൻഡ്. അവിടെ വെച്ച് സ്ട്രോ ഹാറ്റ്സ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കോണീസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും അവളുടെ അച്ഛൻ പഗായയുമാണ്. അവർ രണ്ടുപേരും സ്ട്രോ ഹാറ്റ്സിന് ഈ ഏഞ്ചൽ ഐലൻഡിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം സ്കൈപ്പിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്കൈപ്പിയൻസ് സാധാ മനുഷ്യന്മാരെ പോലെയല്ല. അവർക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവരുടെ പുറത്ത് 2 ചിറകുണ്ട്, അതുപോലെ തലയിൽ 2 ആന്റിനയുണ്ട്. അതുപോലെ ഈ സ്കൈ ഐലൻഡില് 2 തരത്തിലുള്ള ക്ലൗഡ്സ് ഉണ്ട്, 2 തരത്തിലുള്ള മേഘം. അതിലൊന്നാണ് സീ ക്ലൗഡ്. ഈ സീ ക്ലൗഡിലൂടെയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം സഞ്ചരിക്കുന്നത്. അതായത് സ്ട്രോ ഹാറ്റ്സ് ഇവിടേക്ക് വന്നത് ഈ സീ ക്ലൗഡിന്റെ മുകളിലൂടെയാണ്. അതുപോലെ രണ്ടാമത്തെ ക്ലൗഡാണ് ഐലൻഡ് ക്ലൗഡ്. ഈ ഒരു ക്ലൗഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള വീടുകളും അതുപോലെ മറ്റുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ 2 ക്ലൗഡ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഇത് കൂടാതെ ഒട്ടനവധി വേറെ കുറെ ക്ലൗഡുകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കരയിലുള്ളതുപോലെയല്ല ഈ ഒരു ഐലൻഡിലുള്ളത്. ഇവിടെ ജീവിക്കത്തക്ക രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെയുള്ളത്. ഉദാഹരണത്തിന് കരയിലുള്ള മെറ്റലിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു വെയിറ്റ് കുറഞ്ഞ മെറ്റലാണ്. മെറ്റൽ എന്നല്ല, ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും കരയിലുള്ളതുപോലെയല്ല ഇവിടെ. ഒരുപാട് വ്യത്യാസം ഇവിടെയുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്കൈപ്പിയൻസിന്റെ കയ്യിലുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിനെ ഡയൽസ് എന്നാണ് പറയുന്നത്. ഈ ഡയൽസിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഡയൽസിൽ ഒരുപാട് സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിന് ഉദാഹരണമാണ് വാട്ടർ, എയർ, ഫയർ, അങ്ങനെ ഒരുപാട് സംഭവം ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചുപയോഗിക്കാനും പറ്റും ആവശ്യമുള്ള സമയത്ത്. അതുപോലെ ഈ ഡയൽസിലുള്ള മറ്റൊരു ഡയലാണ് ഇമ്പാക്ട് ഡയൽ. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് സ്റ്റോറിംഗ് തന്നെയാണ്. പക്ഷേ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് വലിയ വലിയ അറ്റാക്കുകൾ, അതുപോലെ എനർജി, അങ്ങനെയുള്ള ഒരുപാട് സംഭവം ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഓരോ അറ്റാക്ക് സ്റ്റോർ ചെയ്ത് അത് നമുക്ക് തിരിച്ചു ഉപയോഗിക്കാം. അത് എനിമീസിന്റെ നേരെ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഇമ്പാക്ട് ഡയൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്കൈപ്പിയയെ പറ്റിയാണ്. ഇവിടെ നമ്മൾ ഏഞ്ചൽ ഐലൻഡ് കണ്ടു. അതുപോലെ ഈ സ്കൈപ്പിയയിലുള്ള മറ്റൊരു സ്ഥലമാണ് അപ്പർ യാർഡ്. ഈ ഏഞ്ചൽ ഐലൻഡിന് തൊട്ടടുത്താണ് ഈ അപ്പർ യാർഡ് ഉള്ളത്. അപ്പർ യാർഡ് ഏഞ്ചൽ ഐലൻഡിനെ പോലെയൊന്നുമല്ല. ഏഞ്ചൽ ഐലൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവനായിട്ടും മേഘം ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ അപ്പർ യാർഡ് അങ്ങനെയല്ല. അപ്പർ യാർഡിൽ കല്ലും മണ്ണും എല്ലാം ഉണ്ട്. അതായത് കരയിലുള്ളതുപോലെ, കരയിൽ എങ്ങനെയാണോ ഒരു ഐലൻഡ് ഉള്ളത് അതുപോലെയാണ് ഇവിടെ അപ്പർ യാർഡ്. അതുപോലെ അപ്പർ യാർഡിന്റെ നടുഭാഗത്തായിട്ട് ഒരു വലിയ ബീൻ സ്റ്റാക്ക് ഉണ്ട്. ബീൻ സ്റ്റാക്ക് എന്താണെന്ന് പറഞ്ഞാൽ പഴയൊരു സ്റ്റോറി ഉണ്ട് ബീൻ സ്റ്റാക്കിന്റെ. അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻ സ്റ്റാക്ക് എന്താണെന്ന് മനസ്സിലാവും. തൽക്കാലം നമുക്കതിനെ ഒരു മരം എന്ന് വിളിക്കാം, ഒരു വലിയൊരു മരം. സോ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ സ്കൈപ്പിയ. ഈ കാര്യങ്ങളെല്ലാം കോണീസ് സ്ട്രോ ഹാറ്റ്സിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു സമയത്താണ് നാമി പഗായയുടെ കയ്യിലുള്ള വേവർ എന്ന് പറയുന്ന ഒരു ചെറിയ ബോട്ട് എടുത്ത് ഈ സ്കൈപ്പിയെ മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പോകുന്നത്. നാമി പോയി അവസാനം അവൾ അപ്പർ യാർഡിലേക്ക് എത്തി. ഈ സമയത്ത് പഗായയുടെ വീട്ടിൽ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ ഇതുവരെയായിട്ട് നാമി തിരിച്ചെത്തിയിട്ടില്ല. ഈ ഒരു കാര്യം ചിന്തിക്കുന്ന പഗായയ്ക്കും കോണീസിനും നാമി അപ്പർ യാർഡിലേക്ക് എത്തിക്കാണുമെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ലൂഫി അപ്പർ യാർഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ കോണീസ് അവർക്ക് അപ്പർ യാർഡിനെ പറ്റി പറഞ്ഞു കൊടുക്കും. അപ്പർ യാർഡ് ഒരു പുണ്യ പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ താമസിക്കുന്നത് ദൈവവും അദ്ദേഹത്തിന്റെ പ്രീസ്റ്റുമാണ്. ഇവിടെയുള്ള ആരും അവിടേക്ക് അനുവാദം ഇല്ലാതെ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കും. ഈ സമയത്ത് അപ്പർ യാർഡിലെത്തിയ നാമി കണ്ടത് അവിടെയുള്ള പ്രീസ്റ്റുകളെല്ലാം ചേർന്ന് ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. പെട്ടെന്നാണ് ആകാശത്ത് നിന്ന് ഒരു വലിയ ലൈറ്റ്നിങ് ബീം വന്ന് ആ മനുഷ്യനെ കൊന്നുകളയുന്നത്. ഇത് കാണുന്ന നാമിക്ക് ശരിക്കും കിളിപോയി. അവൾക്ക് എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലായിട്ടില്ല. അതുപോലെ ഒരാളെ ഇപ്പൊ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് നാമിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് നാമി ആ പ്രീസ്റ്റുകളൊന്നും കാണാതെ അവിടെ ഒളിച്ചു നിൽക്കുന്നു. ആ പ്രീസ്റ്റുകൾ സംസാരിക്കുന്നത് ഇവരെ പറ്റിയാണ്. ഒരു 7 പേര് ഇല്ലീഗലായിട്ട് ഇവിടേക്ക് കടന്നിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് അവരെ പോയി കൊല്ലാം എന്നിങ്ങനെയൊക്കെ ആ പ്രീസ്റ്റുകൾ പറയുമ്പോൾ നാമിക്ക് മനസ്സിലാവും അത് അവരെ പറ്റിയാണ് പറയുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നാമി വേവറെടുത്ത് അവളുടെ ഉള്ള ജീവനം കൊണ്ട് ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ ഒരു സമയത്താണ് സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്തേക്ക് സ്കൈപ്പിയയിലെ ഗാർഡ്സ് വരുന്നത്. അവർ നേരെ വന്ന് സ്ട്രോ ഹാറ്റ്സിനോട് പറയും, ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം നിങ്ങൾ ഇവിടേക്ക് വന്നത് ഇല്ലീഗലായിട്ടാണ്. എന്നാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് 10 ബില്യൺ എക്സ്റ്റോൾ വെച്ച് 7 പേർക്ക് 70 ബില്യൺ എക്സ്റ്റോൾ തരേണ്ടി വരും എന്നിങ്ങനെ ആ ഗാർഡ്സിന്റെ ലീഡർ സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്ന ഈ ഒരു സമയത്താണ് നാമി വേഗത്തിൽ വന്ന് ഗാർഡ്സിന്റെ ലീഡറിനെ ഇടിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം കൂടുതൽ വഷളായി. ഗാർഡ്സ് എല്ലാവരും ചേർന്ന് സ്ട്രോ ഹാറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പക്ഷേ ലൂഫി എല്ലാവരെയും അടിച്ച് താഴെയിട്ടു. ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നു. പോകുന്നതിന് മുന്നേ അവർക്ക് കുറച്ച് ഭക്ഷണവും അതുപോലെ സ്കൈ എല്ലിലുള്ള കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ലൂഫിയും സാഞ്ചി യൂസോപ്പും അവർക്ക് വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് എല്ലാം കപ്പലിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് ഒരു വലിയ മോൺസ്റ്റർ വന്ന് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലടക്കം തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. ആ മോൺസ്റ്റർ കപ്പൽ എടുത്തു കൊണ്ടുപോകുന്നത് അപ്പർ യാർഡിലേക്കാണ്. അത് കാണുന്ന ലൂഫി, സാഞ്ചി, യൂസോപ്പ് ഇവര് 3 പേരും അപ്പർ യാർഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടി? ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. കാരണം അപ്പർ യാർഡിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അവിടെ എത്തിയാൽ മരണം ഉറപ്പാണ്. അവിടേക്ക് ഇനി നമ്മൾ പോയിട്ട് കാര്യമില്ല, നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പകായ സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നുണ്ടെങ്കിലും ലൂഫിയും സാഞ്ചിയും യൂസോപ്പും രണ്ടും കൽപ്പിച്ച് അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. ശേഷം കോണീസ് ഇവരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് അപ്പർ യാർഡിലേക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് എത്തി. അവിടെ ഇവർക്ക് പോകാനുള്ള ഒരു വലിയ വേവറും ഉണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോണീസിന്റെ മനസ്സിൽ എന്തോ അലട്ടുന്നുണ്ട്. പെട്ടെന്ന് കോണീസ് കരഞ്ഞുകൊണ്ട് ലൂഫിയോട് പറയും, അവരെ കൊണ്ടുപോകാൻ കാരണം ഞാനാണ് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തത്. കാരണം നിങ്ങളെല്ലാവരും കുറ്റവാളികളാണ്. നിങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടതാണ് ഞങ്ങളുടെ ജോലി,
അല്ലെങ്കിൽ ഞങ്ങൾക്കും ശിക്ഷ കിട്ടും. ഇനി നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾ പോയാലും നിങ്ങൾ എല്ലാവരും മരിക്കും എന്നൊക്കെ പറഞ്ഞ് കോണീസ് പൊട്ടിക്കരയുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വലിയ ലൈറ്റ്നിങ് ബീം വന്ന് കോണീസിനെ അറ്റാക്ക് ചെയ്തു. എന്നാൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് സ്കൈനൈറ്റ് അവിടേക്ക് വന്നതുകൊണ്ട് കോണീസിനെ രക്ഷിക്കാൻ പറ്റി. എന്നിട്ട് സ്കൈനൈറ്റ് സ്ട്രോ ഹാറ്റ്സിനോട് നിങ്ങൾ നേരെ അപ്പർ യാർഡിലേക്ക് പോയിക്കോ, കോണീസിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കോണീസിനെ കൊണ്ട് സ്കൈനൈറ്റ് അവിടുന്ന് പോകുന്നു. ദൈവമായാലും പ്രീസ്റ്റ് ആയാലും ഒരു കൈ നോക്കിയിട്ടേ ഇനി കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രോ ഹാറ്റ്സും അപ്പർ യാർഡിലേക്ക് പോകുന്നു. ആ വലിയ മോൺസ്റ്റർ നാമി, സോറോ, റോബിൻ, ചോപ്പർ ഇവരെ 4 പേരെയും അപ്പർ യാർഡിലുള്ള പണിഷ്മെന്റ് ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഇവർക്ക് 4 പേർക്കും ശിക്ഷ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. ഇവർക്ക് ഇപ്പോൾ അവിടെ നിന്ന് എങ്ങോട്ടും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. കാരണം അവർക്ക് ചുറ്റുമുള്ള സീ ക്ലൗഡിൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഇനി അവരുടെ കപ്പൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കണമെന്ന് വിചാരിച്ചാൽ അതും കഴിയില്ല. ആകെ 4 പേരേ ഉള്ളൂ. അതുകൊണ്ട് സോറോ, നാമി, റോബിൻ ഇവര് 3 പേരും ഒരു കയറി തൂങ്ങി അപ്പർ യാർഡിലേക്ക് ഇറങ്ങി. ദാ ഇതുപോലെ. ആ കൂട്ടത്തിൽ നമ്മുടെ ചോപ്പർ മാത്രം കപ്പലിലിരുന്നു. കാരണം കപ്പൽ നോക്കാൻ ആരെങ്കിലും വേണ്ടേ. അങ്ങനെ സോറോയും നാമിയും റോബിനും അപ്പർ യാർഡിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് പോകുന്നു. ഇതേ സമയത്ത് ലൂഫിയും സാഞ്ചിയും ഊസോപ്പും വേവറിൽ കയറി അപ്പർ യാർഡിലേക്ക് എത്തി. അവർക്ക് മുമ്പിൽ ഇപ്പോൾ ഒരു 4 ഗേറ്റ് ഉണ്ട്. അതിലുള്ള ഒരു ഗേറ്റ് വഴി അവർ 3 പേരും അകത്തേക്ക് കയറി. അവരെ കാത്ത് അവരെ കൊല്ലാൻ വേണ്ടി അതിന്റെ അകത്തൊരു പ്രീസ്റ്റ് ഉണ്ട്. ആ പ്രീസ്റ്റിന്റെ പേരാണ് സറ്റോരി. ലൂഫിയും സാഞ്ചിയും ഊസോപ്പും അതിന്റെ അകത്തേക്ക് കയറിയ ഉടനെ സറ്റോരി അവരെ അറ്റാക്ക് ചെയ്യുന്നു. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് ഇതുവരെ പരിചയം പോലും ഇല്ലാത്ത ഓരോ അറ്റാക്കാണ് ഈ സറ്റോരി ചെയ്യുന്നത്. കൂടാതെ സറ്റോരിക്ക് മന്ത്ര എന്ന് പറയുന്ന ഒരു പവറും കൂടിയുണ്ട്. ഈ പവർ ഉപയോഗിച്ച് നമ്മുടെ എനിമി നമ്മളെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ലൂഫിയും സാഞ്ചിയും ഊസോപ്പും സറ്റോരിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവസാനം അവരെല്ലാവരും ചേർന്ന് സറ്റോരിയെ തോൽപ്പിച്ചു. ഇതേ സമയത്ത് കപ്പലിൽ ഒറ്റയ്ക്കായിരുന്ന നമ്മുടെ ചോപ്പറിനെ മറ്റൊരു പ്രീസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ വന്ന പ്രീസ്റ്റിന്റെ പേരാണ് ശൂര. ചോപ്പറും ശൂരയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ചോപ്പറിന് ശൂരയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചോപ്പർ നേരത്തെ അവർക്ക് സ്കൈനൈറ്റ് കൊടുത്ത ആ വിസിലെടുത്ത് അടിക്കുന്നു. ആ വിസിൽ അടിച്ച ഉടനെ അവിടേക്ക് സ്കൈനൈറ്റ് എത്തി ശൂരയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ശൂരയും സ്കൈനൈറ്റും ഒന്നിനോടൊന്ന് മെച്ചത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശൂര അവന്റെ ഒരുപാട് ടെക്നിക്സ് ഉപയോഗിച്ച് സ്കൈനൈറ്റിനെ കുത്തി തോൽപ്പിച്ചു. ശേഷം ശൂര അവിടെ നിന്ന് പോയി. ഈ സമയത്ത് സോറോയും നാമിയും റോബിനും അപ്പർ യാർഡിലുള്ള ഒരു പഴയ വീടിന്റെ അടുത്തേക്ക് എത്തി. ആ വീട് കണ്ട അവർ അതിശയിച്ചു പോയി. കാരണം ഈ ഒരു വീട് പകുതിയേ ഉള്ളൂ. ഈ വീടിന്റെ ബാക്കി പകുതി ക്രിക്കറ്റ് താമസിക്കുന്ന ജയ ഐലൻഡിലാണ്. അതായത് ഈ വീടിന്റെ മറ്റൊരു പകുതിയിലാണ് ക്രിക്കറ്റ് താമസിക്കുന്നത്. ക്രിക്കറ്റ് പറയുന്നത് പോലെ ആ ഗോൾഡ് സിറ്റി വെള്ളത്തിൽ മുങ്ങിപ്പോയതല്ല. പണ്ട് എപ്പോഴും ഒരു നോക്കപ്പ് സ്ട്രീം വഴി ആ ഗോൾഡ് സിറ്റി മുകളിലേക്ക് എത്തിയതാണ്. അതായത് അവരിപ്പോ നിൽക്കുന്ന അപ്പർ യാർഡ്. ഈ കാര്യം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് ഇപ്പൊ മനസ്സിലായി. ഇതേ സമയത്ത് സ്കൈപ്പിയയിലെ മറ്റൊരു ഭാഗത്ത് വേറെ കുറച്ച് ജനങ്ങൾ ഒളിച്ചു താമസിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരാണ് ഷാൻഡോരിയൻസ്. ഇവര് സ്കൈപ്പിയൻസ് അല്ല, ഷാൻഡോരിയൻസ് ആണ്. ഈ ഷാൻഡോരിയൻസിലുള്ള ഒരാളാണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആദ്യമായിട്ട് ഇവിടേക്ക് എത്തിയപ്പോൾ അവർ അറ്റാക്ക് ചെയ്തത്. ഇപ്പൊ ഈ ഷാൻഡോരിയൻസിലുള്ള ഒരു കുട്ടി, ഇവളുടെ പേരാണ് ഐസ. ഇവൾക്കും ആ മന്ത്ര എന്ന് പറയുന്ന ഒരു പവർ ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്. ഇവൾ അവളുടെ പവർ ഉപയോഗിച്ച് സ്കൈപ്പിയയിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് അവള് സറ്റോരിയും ഗാൻഫാലും പരാജയപ്പെട്ട കാര്യം അവളുടെ ബാക്കിയുള്ള ഷാൻഡോരിയൻസിന് പറഞ്ഞു കൊടുത്തു. അത് കേൾക്കുന്ന ഷാൻഡോരിയൻസ് ഇതാണ് കറക്റ്റായ സമയം, നമ്മളുടെ സ്ഥലം തിരിച്ചെടുക്കാനുള്ള സമയം ഇതാണ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ബാക്കിയുള്ള പ്രീസ്റ്റുകളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഈ ഷാൻഡോരിയൻസ് മണ്ണെന്ന് പറയുന്നത് അപ്പർയാർഡാണ്. സോ എന്തോ കാരണം കൊണ്ട് അപ്പർയാർഡ് അവർക്ക് നഷ്ടപ്പെട്ടു. ഇവര് സ്കൈപ്പിയൻസ് അല്ലാന്ന് ഞാൻ പറഞ്ഞു, പകരം ഇവര് ഷാൻഡോരിയൻസ് ആണ്. ഇവരാണ് ഇതിനു മുൻപ് അപ്പർയാർഡിൽ താമസിച്ചിരുന്നത്. അതായത് നോക്കപ്പ് സ്ട്രീം വന്ന് അപ്പർയാർഡ് മുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നത് ഈ ഷാൻഡോരിയൻസ് ആണ്. അതുകൊണ്ടാണ് അവരുടെ മണ്ണ് തിരിച്ചെടുക്കാൻ വേണ്ടി അവരിപ്പോ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോറോയും നാമിയും റോബിനും ഇവരെല്ലാവരും തിരിച്ച് കപ്പലിന്റെ അടുത്തേക്ക് എത്തി. ഇവര് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ചോപ്പറും ഗാൻഫാലും ഒരുപാട് പരിക്ക് പറ്റി നിൽക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ലൂഫി, സാഞ്ചി, യൂസോപ്പ് ഇവര് 3 പേരും കപ്പലിന്റെ അടുത്തേക്ക് എത്തി. സോ അവസാനം സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഒന്നിച്ചു ചേർന്നു. എന്നിട്ട് സോറോയും നാമിയും റോബിനും അറിഞ്ഞ കാര്യം ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കും. അതായത് ആ സിറ്റി ഓഫ് ഗോൾഡ് ആണ് അവരിപ്പോ നിൽക്കുന്ന അപ്പർ യാർഡെന്ന്. പണ്ടെപ്പോഴും നോക്കപ്പ് സ്ട്രീം വഴി അത് ഇവിടേക്ക് എത്തിയതാണെന്ന്. എന്നിട്ട് നാമി അവളുടെ കയ്യിലുള്ള ജയ ഐലൻഡിന്റെയും സ്കൈ ഐലൻഡിന്റെയും മാപ്പ് ഒരുമിച്ച് വെച്ചു. അത് ചേർത്ത് വെക്കുമ്പോൾ ഒരു തലയോട്ടിയുടെ രൂപമാണ് അവർ കണ്ടത്. ഈ ഒരു തലയോട്ടിയെ പറ്റി ക്രിക്കറ്റ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നോലാൻഡിന്റെ പുസ്തകത്തിൽ എഴുതിയത് പ്രകാരം തലയോട്ടിയുടെ ഇടതു ഭാഗത്താണ് ട്രഷർ ഇരിക്കുന്നത്. സോ ഈ ഒരു കാര്യം സ്ട്രോ ഹാറ്റ്സിന് നാമി നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഇനി ആ ട്രഷർ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ശേഷം അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഊസോപ്പ് മാത്രം വെറുതെ ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ അവൻ അവരുടെ കപ്പലിന്റെ അടുത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരോ ഒരാൾ നിന്ന് അവരുടെ കപ്പൽ ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ കപ്പൽ ഓൾറെഡി നോക്കപ്പ് സ്ട്രീമിലൊക്കെ പെട്ട് ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ട്. സോ ആ ഒരു ഡാമേജ് ആണ് ഇപ്പൊ ആരോ നിന്ന് ശരിയായിക്കൊണ്ടിരിക്കുന്നത്. ഊസോപ്പിന് ഇത് സംഭവം എന്താണെന്ന് അറിയില്ല, ആരാണെന്ന് അറിയില്ല, അവനെന്ത് വിശ്വസിക്കാനും കഴിയുന്നില്ല. ശേഷം അടുത്ത ദിവസം രാവിലെ സ്ട്രോ ഹാറ്റ്സ് കാണുന്നത് അവരുടെ കപ്പൽ നേരെയായി കിടക്കുന്നതാണ്. മറ്റാരോ വന്നിട്ട് അവരുടെ കപ്പലിന്റെ ഡാമേജ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഊസോപ്പ് അവൻ കണ്ട കാര്യം അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്നത്തെയും പോലെ ഊസോപ്പ് നുണ പറയാണെന്ന് കരുതി അവരത് അവിടെ വെച്ച് തന്നെ വിട്ടുകളയും. ഇനി നമുക്ക് നോലാൻഡ് ദ ലയർ
ഫയറിന്റെ ബാക്ക് സ്റ്റോറി നോക്കാം. അതായത് ഷാൻഡോരിയൻസിന് എന്താണ് സംഭവിച്ചത്, അവരെങ്ങനെ ഇവിടേക്ക് എത്തി, നോലാൻഡും ഈ ഷാൻഡോരിയൻസും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ നമുക്ക് നോക്കാം. കഴിഞ്ഞ 400 വർഷങ്ങൾക്ക് മുമ്പ് സ്കൈപ്പിയയില് അപ്പറിയാഡ് എന്ന് പറയുന്ന സ്ഥലമില്ല. പകരം അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ വലിയ മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഏഞ്ചൽ ഐലൻഡും. ആ സമയത്ത് അപ്പറിയാഡ് എവിടെയാണെന്ന് വെച്ചാൽ താഴെയുള്ള ജയ ഐലൻഡിൽ ഷാൻഡോരിയൻസ് ഒക്കെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന സ്ഥലം. ഈ ഷാൻഡോരിയൻസ് എന്ന് പറയുന്നത് അധികം ഡെവലപ്പ് ഒന്നും ആവാതെ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവരുടെ ഐലൻഡ് അത്രയ്ക്ക് ഡെവലപ്പ് ആവാത്തത് കൊണ്ട് അവർക്ക് മെഡിസിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു രോഗം വന്നാൽ ചികിത്സിക്കാനൊന്നും അവർക്ക് മരുന്നില്ല. ഈ സമയത്ത് ഷാൻഡോരിയൻസിന് ഒരു വലിയ രോഗം പിടിപെട്ടു. ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും രോഗം വന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ എല്ലാവരും പതിയെ പതിയെ മരിച്ചു പോകുമ്പോൾ ഷാൻഡോരിയൻസ് വിചാരിക്കുന്നത് ദൈവം അവരോട് ദേഷ്യത്തിലാണെന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ മരിച്ചു പോകുന്നതെന്ന് ഷാൻഡോരിയൻസ് വിചാരിച്ചു. അതുകൊണ്ട് ദൈവത്തിന് അവരോടുള്ള ദേഷ്യം മാറാൻ വേണ്ടി അവരൊരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഷാൻഡോരിയൻസിന്റെ ലീഡർ ആയിട്ടുള്ള കൽഗാരയുടെ മകളാണ് ആ പെൺകുട്ടി. അങ്ങനെ അവരെല്ലാം ചേർന്ന് ആ പെൺകുട്ടിയെ ബലി കൊടുക്കാൻ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് അവിടേക്ക് നോലാൻഡും അവന്റെ ക്രൂവും വരുന്നത്. അവിടെ എത്തിയ നോലാൻഡിന് കാര്യം മനസ്സിലായി. അവിടെയുള്ള ജനങ്ങൾക്ക് ട്രീ ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖമാണ് വന്നത്. ഈ അസുഖം നോലാൻഡ് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അവന്റെ ഗ്രാമത്തിലൊക്കെ ഈ അസുഖം സാധാരണയാണ്. അതുപോലെ അതിന് മരുന്നുമുണ്ട്. സോ നോലാൻഡ് ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ പോയി രക്ഷിക്കുന്നു. എന്നിട്ട് നോലാൻഡ് അവരോട് പറയും, ഇത് ട്രീ ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖമാണ്, ഇതിന് ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട് എന്ന് പറഞ്ഞ് നോലാൻഡ് അതിനുള്ള മരുന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. മരുന്ന് പതിയെ എടുത്ത ഉടനെ അവിടെയുള്ള എല്ലാവരുടെയും അസുഖം പതിയെ മാറാൻ തുടങ്ങി. അങ്ങനെ നോലാൻഡും കൽഗാരയും പതിയെ പതിയെ ഫ്രണ്ട്സ് ആയി തുടങ്ങി. അവരെപ്പോഴും ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് സംസാരിക്കാനും തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുക. കൽഗാര നോലാൻഡിന് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. നോലാൻഡും അവനറിയുന്ന കാര്യങ്ങളൊക്കെ കൽഗാരയ്ക്ക് പറഞ്ഞു കൊടുക്കും. നോലാൻഡ് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോലാൻഡിന് എല്ലാ കാര്യങ്ങളും അറിയാം. വ്യവസായം, കൃഷി, അതുപോലെ നോലാൻഡിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നോലാൻഡ് കൽഗാരയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം കൽഗാര നോലാൻഡിന് അവരുടെ പുണ്യ പുരാതനമായ സ്ഥലം, അവർ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന സ്ഥലം, ആ സിറ്റി ഓഫ് ഗോൾഡ് നോലാൻഡിന് കാണിക്കുന്നു. ആ സിറ്റി ഓഫ് ഗോൾഡ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാ സ്ഥലവും ഗോൾഡ്. പ്രത്യേകിച്ച് അതിന്റെ നടുവിലായിട്ട് ഒരു വലിയ ബെല്ലുണ്ട്. ഈ ഷാൻഡോരിയൻസ് ആ ബെല്ലടിക്കുമ്പോൾ അവിടെ ഒരു വലിയ സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവും. സോ ഇങ്ങനെയുള്ളൊരു സ്ഥലം കൽഗാര നോലാൻഡിന് കാണിച്ചു കൊടുത്തു. കാരണം അവർ അത്രയും ഫ്രണ്ട്സ് ആയിട്ട് മാറി. എന്നിട്ട് കൽഗാര, ഈ സ്ഥലം ഒരുപാട് വർഷമായിട്ട് ഇവിടെയുണ്ട്. ഈ സ്ഥലം അന്വേഷിച്ച് ഇവിടെയുള്ള സ്വർണം എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ആർക്കും ഈ സ്വർണം കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ട്രഷർ എടുക്കാം. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞ് കൽഗാര അവിടെയുള്ള ട്രഷർ നോലാൻഡിന് കൊടുക്കുന്നു. നോലാൻഡും ആ ട്രഷർ എടുക്കുന്നു. ശേഷം ഒരുപാട് ദിവസം കടന്നുപോയി. നോലാൻഡും അവന്റെ ക്രൂവും അവിടെ ഒരുപാട് ദിവസം താമസിച്ചു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഷാൻഡോരിയൻസ് ആരും നോലാൻഡിനോടും അവന്റെ ക്രൂവിനോടും മിണ്ടുന്നില്ല. ഷാൻഡോരിയൻസ് എല്ലാവരും എന്തോ അവരോട് ദേഷ്യത്തിലാണ്. എന്തിനാണ് ഇവരോട് മിണ്ടാത്തത്, എന്തിനാണ് ഇവരോട് ദേഷ്യപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടി നോലാൻഡ് കൽഗാരയുടെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷെ കൽഗാര നോലാൻഡിനോട് ദേഷ്യപ്പെടും. എനിക്ക് നിന്നെ കാണണ്ട, എന്റെ മുന്നിൽ നിന്ന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് നോലാൻഡിനോട് കൽഗാര ദേഷ്യപ്പെടുന്നു. അതിന് നോലാൻഡ്, എന്നാ ശരി ഞങ്ങൾ ഇവിടുന്ന് പോവാണ് എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ കൽഗാരയുടെ മകൾ വന്ന് നോലാൻഡിന്റെ ക്രൂവിലെ ഡോക്ടറോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ പൂർവികരുടെ ഓർമ്മയ്ക്കായി വെച്ച മരം മുറിച്ചത്? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം സംഭവിച്ചേ? അത് കേൾക്കുന്ന നോലാൻഡിന്റെ ക്രൂവിലെ ആൾക്കാർക്ക് കാര്യമെല്ലാം മനസ്സിലായി. സത്യത്തിൽ നോലാൻഡും അവന്റെ ക്രൂവും ആ മരം വേണമെന്ന് കരുതി വെട്ടിയതല്ല. പകരം ആ മരത്തിലെല്ലാം ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇവർക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നത്. സോ ഇനി അത് അവർക്ക് ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയാണ് ആ മരങ്ങളെല്ലാം ആരോടും ചോദിക്കാതെ അവർ വെട്ടിമാറ്റിയത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഷാൻഡോരിയൻസിന് അറിയില്ല. അതുകൊണ്ട് സത്യം അറിയുന്ന കൽഗാരയുടെ മകൾ ആ കാര്യങ്ങളെല്ലാം കൽഗാരയോട് വന്ന് പറയുന്നു. ഇങ്ങനെ സത്യമെല്ലാം പറഞ്ഞ കൽഗാര നോലാൻഡിനോട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി അവനോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ അപ്പോഴേക്കും നോലാൻഡും അവന്റെ ക്രൂവും അവിടെ നിന്ന് പോയി തുടങ്ങി. നോലാൻഡ് അവന് കൊടുത്ത ട്രഷർ എല്ലാം അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടേക്ക് കൽഗാര കരഞ്ഞുകൊണ്ട് വരുന്നു. എന്നിട്ട് പോകുന്ന നോലാൻഡിനെ നോക്കി, നിന്നെ ഞങ്ങൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്, ഞങ്ങളോട് ക്ഷമിക്കണം, നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ ഐലൻഡിലേക്ക് വരാം എന്ന് പറഞ്ഞ് കൽഗാര പൊട്ടിക്കരയുന്നു. അതുകൂടാതെ അവരുടെ പുണ്യ പുരാതനമായിട്ടുള്ള ആ ഗോൾഡൻ ബെൽ അതടിച്ച് അവർക്ക് നോലാൻഡിനും ഇടയിൽ യാതൊരു പ്രശ്നമില്ലെന്ന് അറിയിക്കുന്നു. അതുകൂടെ കാണുന്ന നോലാൻഡിനും ഒരുപാട് സങ്കടമായി. എന്നിട്ട് നോലാൻഡ് എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവന്റെ ഐലൻഡിലേക്ക് പോയി. സ്വന്തം ഗ്രാമത്തിലെത്തിയ നോലാൻഡ് അവൻ കണ്ട സിറ്റി ഓഫ് ഗോൾഡിനെ പറ്റിയും അവിടെയുള്ള ആൾക്കാരെ പറ്റിയും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഇത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ജയ ഐലൻഡിലെ ഒരു വലിയ നോക്കപ്പ് സ്ട്രീം പുറത്തേക്ക് വന്നു. ആ നോക്കപ്പ് സ്ട്രീമിന്റെ പവർ കാരണം ജയ ഐലൻഡ് പിളർന്ന് ആകാശത്തേക്ക് പോകുന്നു. പിളർന്ന് ആകാശത്തേക്ക് പോകുന്ന ഈ ഒരു പീസിലാണ് ഷാൻഡോരിയൻസ് മുഴുവനും ഉണ്ടായിരുന്നത്. ആ ഒരു ഭാഗം നേരെ മുകളിലേക്ക് പോയി സ്കൈ ഐലൻഡിലെത്തി. എന്നിട്ട് ആ സ്ഥലം നേരെ ചെന്ന് വീഴുന്നത് ആ ഒരു വലിയ മരത്തിന്റെ മുകളിലാണ്. അതിന്റെ കൂടെ ഷാൻഡോരിയൻസിന്റെ ആ ബെല്ലും തെറിച്ച് എവിടേക്കോ പോയി വീഴുന്നു. ഇത് തെറിച്ച് പോയി വീഴുന്നതിന്റെ ശബ്ദം ഈ ഏഞ്ചൽ ഐലൻഡിൽ മുഴുവൻ കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് കേൾക്കുന്ന സ്കൈപ്പിയൻസ് വിചാരിക്കുന്നത് ഈ സൗണ്ട് നമുക്ക് കേൾപ്പിച്ചത് ദൈവമാണ് എന്ന് വിചാരിച്ച് അവിടെയുള്ള എല്ലാ ജനങ്ങളും തെറ്റിദ്ധരിക്കുന്നു. ആ സമയത്ത് സ്കൈപ്പിയൻസിന്റെ ഗാർഡായിട്ടുണ്ടായിരുന്നത് ഉബാവു എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ വിചാരിക്കുന്നത് ഈ വന്ന് വീണ ഐലൻഡ് നമുക്ക് ദൈവം തന്നതാണ് എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇയാള് ആ സ്ഥലം അവർക്ക് വെട്ടിപ്പിടിക്കാൻ വേണ്ടി തന്റെ ആർമിയുമായിട്ട് വന്ന് അയാൾ ഷാൻഡോരിയൻസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അവരെ തടുക്കാനുള്ള പവർ ഒന്നും ഷാൻഡോരിയൻസിന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഷാൻഡോരിയൻസ് ആ യുദ്ധത്തിൽ തോറ്റുപോയി. അങ്ങനെ അവരുടെ സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടു. ശേഷം അവിടെ നിന്ന് പോകുന്ന ഷാൻഡോരിയൻസ് പിന്നെ
ജീവിക്കുന്നത് ആരുമില്ലാത്ത ഐലൻഡ് ക്ലൗഡിൽ ചെറിയ ചെറിയ കുടിലൊക്കെ കെട്ടി അവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഷാൻഡോരിയൻസ് അവരുടെ സ്ഥലത്തിന് വേണ്ടി വീണ്ടും വീണ്ടും പോരാടുന്നുണ്ട്. അവരത് പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. അവർക്കത് പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ കഴിയൂല. ഇവരാണല്ലോ ശരിക്കും ഗോൾഡ് ഓഫ് സിറ്റി സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അവരെപ്പോഴും അവരുടെ സ്ഥലങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങി. സോ ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ച 4 വർഷത്തിന് ശേഷം നോലാൻഡ് പറയുന്ന കഥ എല്ലാവരും വിശ്വസിക്കുന്നു. അവന്റെ കഥ പോയി അവിടെയുള്ള രാജാവിന്റെ അടുത്തേക്ക് എത്തി. രാജാവ് എന്നിട്ട് നോലാൻഡിനോട് ഈ കഥ സത്യമാണോ എന്ന് ചോദിക്കുന്നു. അതിന് നോലാൻഡ് അതെ, ഈ കഥ സത്യമാണ്, ഞാൻ ആ സ്ഥലം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രാജാവ് തന്നെ ആ സ്ഥലം കാണിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ നോലാൻഡും രാജാവും എല്ലാവരും ചേർന്ന് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. അത് കണ്ട് നോലാൻഡ് തകർന്നുപോയി. അതുപോലെ രാജാവ് നീ എന്റെ അടുത്ത് വന്ന് നുണ പറയാനായല്ലേ എന്ന് പറഞ്ഞ രാജാവ് നോലാൻഡിന് മരണശിക്ഷ വിധിച്ചു. എന്നാൽ അപ്പോഴും നോലാൻഡ് പറയുന്നുണ്ട് ഞാൻ ആ സ്ഥലം കണ്ടു, അത് നുണയല്ല, അവിടെയുള്ള ആൾക്കാർ ഷാൻഡോരിയൻസ് ആണ്. നോലാൻഡിന്റെ ക്രൂവിലുള്ള ആൾക്കാരും ഇതേ കാര്യം തന്നെ പറഞ്ഞു. പക്ഷെ രാജാവ് ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. നുണ പറഞ്ഞ എല്ലാവരെയും, നുണ പറഞ്ഞുവെന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും രാജാവ് കൊന്നുകളഞ്ഞു. ഇതിനുശേഷമാണ് നോലാൻഡിന്റെ ഫാമിലി ഒരു നുണയൻ ഫാമിലിയാണെന്ന് അറിയപ്പെട്ടത്. അല്ലെങ്കിൽ എല്ലാവരും അവരങ്ങനെയാണ് വിളിക്കുന്നത്. സോ ഈ ഒരു സംഭവം കഴിഞ്ഞ് 300 വർഷങ്ങൾക്ക് ശേഷം സ്കൈപ്പിക്ക് ഒരു പുതിയ ഗാർഡ് വന്നു. അയാളുടെ പേരാണ് ഗൺഫാൽ, നമ്മളുടെ സ്വന്തം സ്കൈ നൈറ്റ്. ഈ ഗൺഫാൽ അവിടെയുള്ള ദൈവമായിട്ട് വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ എന്ത് ചെയ്തോ അത് തന്നെയാണ് ഇപ്പോൾ ഗൺഫാലും ചെയ്യുന്നത്. ഷാൻഡോരിയൻസിന്റെ കൂടെ യുദ്ധം ചെയ്തു. ഇത് കഴിഞ്ഞ് 394 വർഷമാണ് അവിടേക്ക് ഇനേൽ എന്ന് പറയുന്ന ഒരുത്തൻ വരുന്നത്. ഇവനെ ഇനേൽ എന്നോ ഇനറു എന്നോ നമുക്ക് വിളിക്കാം. നമ്മൾ അലാബസ്തയ്ക്ക് അറാബസ്ത എന്ന് വിളിക്കുന്നില്ലേ, അതുപോലെ ഇവന് ഇനേൽ ഓർ ഇനറു, ഈ 2 പേരാണുള്ളത്. ഇവനിങ്ങനെ 2 പേര് വരാൻ കാരണം സ്റ്റോറി ഒന്നുമല്ല, ജാപ്പനീസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചെറിയൊരു പ്രശ്നമാണ്. അതിന് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇവനിപ്പോ തൽക്കാലം ഇനേൽ എന്ന് വിളിക്കാം. ഈ ഇനേൽ അവിടേക്ക് വന്നത് ആർക്കും ഇതുവരെ ഇല്ലാത്തൊരു പവറുമായിട്ടാണ്. അവൻ അവന്റെ പവർ ഉപയോഗിച്ച് ഗൺഫാലിനെ തോൽപ്പിച്ചു. എന്നിട്ട് അവൻ അവിടുത്തെ രാജാവായിട്ട് മാറി. സോ ഇവനാണ് ഇപ്പൊ ഇവിടുത്തെ രാജാവ്, അല്ലെങ്കിൽ ദൈവം. രാജാവും ദൈവവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ മന്ത്ര എന്ന് പറയുന്ന ഒരു എബിലിറ്റി അത് ഇനേലിന് യൂസ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ ഇവന്റെ ഡബിൾ ഫ്രൂട്ടിന്റെ സ്പെഷ്യൽ പവറും. ഈ ഒരു 2 പവർ ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ 6 വർഷം ഇവൻ ഇവിടുത്തെ രാജാവായിട്ട് മാറിയത്. അതുപോലെ തോറ്റുപോയ ഗൺഫാൽ സ്കൈ നൈറ്റ് ആയിട്ട് മാറി. അതുപോലെ ഷാൻഡോരിയൻസിന്റെ പുതിയ ലീഡറാണ് വൈപ്പർ എന്ന് പറയുന്ന ഇവനും ഒരുപാട് വർഷങ്ങളായിട്ട് ഇനേലിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്ഥലം തിരിച്ചെടുക്കാൻ വേണ്ടി. ഇവൻ ഇതുവരെ അവരുടെ ആ സിറ്റി ഓഫ് ഗോൾഡ് ഒന്നും കണ്ടിട്ട് പോലുമില്ല. അതൊന്ന് കാണണമെന്ന് വൈപ്പറിന് അടങ്ങാത്ത ആഗ്രഹമുണ്ട്. സോ ഇതൊക്കെയാണ് ഷാൻഡോരിയൻസിനും നോലാൻഡിനും ഇടയിൽ സംഭവിച്ചത്. ഇനി നമുക്ക് പ്രസന്റിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ആരോ വന്ന് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പൽ നന്നാക്കി കൊടുത്തു. ശേഷം സ്ട്രോ ഹാറ്റ്സ് ഇനി കപ്പലും എടുത്ത് പോകുന്നത് ഒരുമിച്ചല്ല. അവർക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് അവർ പോകുന്നത്.